കൊച്ചാപ്പനെ നിങ്ങൾ ഞങ്ങൾ കൊന്നതല്ല സാർ. അടിച്ചപ്പോ തല്ലല്ലേ സാർ. സത്യമായിട്ടും കൊച്ചാപ്പനെ കൊന്നത് ഞങ്ങളല്ല. ഞാൻ വെറുതെ ഒന്ന് കൈ ഓങ്ങിയേ ഉള്ളൂ. കൊച്ചാപ്പ ചത്തു വീണു. ഓഹോ, അപ്പൊ നീ കൈ ഓങ്ങിയാൽ ഉടനെ ആരും മരിക്കുമല്ലേ? എങ്കിൽ നീ ഇവന്റെ നേരെ കൈ ഓങ്ങിക്കേ. ഇവൻ മരിക്കുമോ നോക്കട്ടെ. എന്താണോ മരിക്കാത്ത? എന്താണോ നീ മരിക്കാത്ത? ചാവാനുള്ള സമയമല്ലായിരിക്കും. പുലി പറിച്ചിട്ടാ സാർ ഞങ്ങളൊക്കെ ചെയ്തത്. പുലിയോ? ആ, അതാരാ? ഞങ്ങളുടെ നേതാവാണ് സാർ. ഹലോ, അതെ ഉണ്ടല്ലോ സാർ. ആരാ? വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാത്ത? എന്താ ശാന്തി? എന്താ ദാസേട്ടാ ഇത്? മണി എത്രയെന്നറിയോ? ദാസേട്ടൻ വന്നിട്ട് ഉണ്ണാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. എനിക്ക് ഓർക്കാപ്പുറത്തൊരു കേസ് വന്ന് കിട്ടു. രാവിലെ മുതല് അതിന്റെ പിന്നാലുള്ള ഓട്ടമായിരുന്നു. സ്വന്തം പിറന്നാളിനെങ്കിലും ഈ ലോകകപ്പും കേസും ഒക്കെ വിട്ട് ഒന്ന് വീട്ടിലിരുന്നൂടെ? അതിന് സമയം കിട്ടണ്ടെന്ന്. അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ഊണ് വെച്ചോളൂ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതല്ലല്ലോ വലിയ കാര്യം. ആ, മോളെവിടെ? ഡാഡിയുടെ അല്ലേ മോള്. ഡാഡിക്ക് പ്രസന്റേഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിപ്പോ കുട്ടന്റെ കൂടെ വിട്ടിരിക്കുക. ആ, മോളല്ലേ? ഡാഡിയാണ്. ഡാഡി വരാൻ വൈകിയതിന് മോള് ഡാഡിയോട് പണക്കാണോ? എന്താണ് മിണ്ടാത്ത? ഡാഡിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ? ഡാഡി അതൊക്കെ തീർത്തിട്ട് വരാം. മോള് ഊണ് കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ. ചക്കരക്കുട്ടനല്ലേ? ഡാഡിക്ക് ഒരു ഉമ്മതാ. ഡാഡിക്ക് ബർത്ത്ഡേ പ്രസന്റ്. 16, 18, 34, 2 ശനി. മനസ്സിലായില്ലേ? സെക്കൻഡ് സാറ്റർഡേ. ശനിയും ആ ഈ ശനി ഞായറാഴ്ച നടക്കും. 53, 19, 72 നടപ്പ്. നടപ്പൊന്നുമല്ല, കിടപ്പാ. കാലം കുറെ കിടക്കാൻ തുടങ്ങിയിട്ട്. അഷ്ടമത്തി ചൊവ്വയാണ്. ഇപ്പൊ ശനി പോയി ഞായർ പോയി ഇപ്പൊ ചൊവ്വയായോ? എന്റെ ഈശ്വര. മരണകാരകനായ ഗുളികന്റെ നോട്ടവും ഉണ്ട്. അപ്പൊ ഈ നോട്ടം മാത്രമേ ഉള്ളൂ. അവൻ 7ൽ നിന്ന് ഏങ്കോണിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം സുനിശ്ചിതം. അതെപ്പോഴാ നടക്കണേന്നൊന്ന് പറയണ്ട പൊന്നു ചോദിച്ചരേ. ആ, നോക്കാം. പറഞ്ഞാ വിഷമം തോന്നരുത്. ജോത്സര് പറഞ്ഞോത്സരേ, ഈ ജാതകകാലം മരിച്ചു കഴിഞ്ഞു. ഈ ജാതകം തെറ്റാണ്. ജാതകം തെറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ ജാതക പ്രകാരമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. നീ ഒന്ന് ചുമ്മാ റെഡി. രണ്ടിലൊന്നും അറിയാം എങ്ങനെയാ പോവാ. തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇല്ല ഇല്ല, ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. അല്ല ജോലിസിൽ പോവാണ്. അതെ, അങ്ങനെ പോയാലൊക്കോ? രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോവോ? ഞാൻ ചെയ്യാനാ. ഞാൻ കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് വേറെ ആളെ നോക്കണം. അവിടെ ഞാൻ ഇല്ല. അല്ലെങ്കിൽ ഒന്ന് ചുമ്മാരി അങ്ങനെ പണിക്ക് പോട്ടെ. എടാ മറ്റെന്താ ഇങ്ങൾക്ക് എന്താന്ന് വെച്ചാ കൂടെ ഇന്നാ ചോദിച്ചേ ചെന്നാട്ടെ. അവിടെ ശരി ചെല്ല്. അങ്ങനെ 5 രൂപ അതും പോയി. മോനെ മോനെ ചേട്ടാ, അത് ഞാൻ നേരെ അത് താഴെ തൊട്ടു. അത് വേണ്ടാട്ടാ. എന്നാ ഓണത്തിന്റെ ഒരു പൂട്ട് വെച്ചോടോ. കക്ക നടക്കേ വള്ളന്മാര്.